ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം. ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി. സർവലോകാവാസ സർവേശ്വര മഹേശ്വര. സർവശങ്കര ശരണാഗത ജനപ്രിയ. സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാവസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാത്ത വണ്ണം നിൻ തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർ
ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിലാഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്ന മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ. പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ, വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയനാദ്യനജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, മാനസം മായാതമസംവൃതമാകമൂലം. സീതാരാഘവമരുത്സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞുനീ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ. കൈലാസമെന്ന പർവ്വതം, കൈലാസ അചലേ, അചലം പർവ്വതം. ആ കൈലാസ പർവ്വതത്തിൽ സൂര്യകോടിശോഭിതേ, ഒരു കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാൽ എത്രമാത്രം ശോഭയുണ്ടാകുമോ അത്രയും ശോഭയോടെ, വിമലാലയെ, വിമലം പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ആലയത്തിൽ, രത്നപീഠേ, രത്നപീഠം, രത്നം കൊണ്ട് ഉണ്ടാക്കിയ പീഠത്തിൽ, സംവിഷ്ടം, അവിടെ ഇരുന്ന് ധ്യാനനിഷ്ഠം, ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്ന, ഫാലലോചനം, ഫാലം നെറ്റിത്തടം, നെറ്റിത്തടത്തിൽ ലോചനം കണ്ണ്, തൃക്കൺ ഉള്ളവൻ. അപ്പോ നെറ്റിയിൽ കണ്ണുള്ളവനായിട്ടുള്ള, മുനി സിദ്ധ ദേവാദി സേവ്യം, മുനിമാരാലും സിദ്ധന്മാരാലും ദേവാദിദേവന്മാരാലും ഒക്കെ സേവിക്കപ്പെടുന്നവനും, നീലലോഹിതം, നീലലോഹിതം എന്നതിന് വയലറ്റ് നിറം എന്നും എടുക്കാം, അല്ലെങ്കിൽ നീലകണ്ഠൻ ആയിരിക്കുന്ന ആ ഭഗവാൻ. ബാക്കി ശരീരഭാഗം ലോഹിതവർണം, ഇളം ചിമപ്പ് വർണ്ണം എങ്ങനെയും എടുക്കാം. അല്ലെങ്കിൽ നീലലോഹിതം എന്നതിന് വയലറ്റ് നിറം എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നീലകണ്ഠനായിരിക്കുന്ന നിജഭർത്താരം, തന്റെ ഭർത്താവായിരിക്കുന്ന വിശ്വേശ്വരം, ഈ വിശ്വത്തിന്റെ തന്നെ ഈശ്വരനായിട്ടുള്ള ആ പരമേശ്വരനെ വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി. ആ ശ്രീ പരമേശ്വരന്റെ വാമ ഉത്സംഗേ, വാമം ഇടത് ഭാഗം, ഇടത് ഭാഗത്തുള്ള ഉത്സംഗേ തുടയിൽ, മടിയിലാണ് ദേവി ഇരിക്കുന്നത്. അങ്ങനെ വാഴുന്ന ആ ഭഗവതി ശ്രീ പാർവതി
സുന്ദരി ഹൈമവതി, ഹിമവാന്റെ മകളായിട്ടുള്ള ആ പാർവതി ദേവി ചോദിച്ചു ഭക്തിയോടെ ഇപ്രകാരം ശ്രീ പരമേശ്വരനോട് ചോദിച്ചു. സർവാത്മാവായ നാഥ, എല്ലാറ്റിനും ആത്മാവായിരിക്കുന്നല്ലയോ നാഥ, പരമേശ്വര പോറ്റി, സർവലോക ആവാസ, എല്ലാ ലോകത്തിലും വസിക്കുന്നവനെ, സർവേശ്വര, എല്ലാറ്റിനും ഈശ്വരനായിരിക്കുന്ന മഹേശ്വരൻ, ശർവ ശങ്കര, ശരണാഗത ജനപ്രിയ, തന്നെ ശരണം പ്രാപിക്കുന്നവരെ അവർക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്ന, അവരെ പ്രിയമായിട്ട് കരുതുന്ന, സർവദേവേശ, എല്ലാ ദേവന്മാരുടെയും ഈശനും, ജഗന്നായകനും, കാരുണ്യാബ്ധേ, കരുണയുടെ കടലുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, പ്രിയ ഭർത്താവായിരിക്കുന്ന പരമേശ്വരനെയാണ് ഇത്രയും സ്തുതിച്ച് ദേവി വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നതിന് മുന്നേ സംബോധന ചെയ്തിരിക്കുകയാണ്. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം. അപ്പൊ ഇവിടെ ദേവി ആ ഭഗവത് തത്വത്തെ കുറിച്ച് ചോദിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പൊ അതിനു മുന്നേ ഉള്ള ഒരു ആമുഖം പോലെ ദേവി പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് അത്യന്തം രഹസ്യമായിട്ടുള്ള ഒരു വസ്തു അതുണ്ട്. ആ വസ്തു ഉണ്ട്, എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം. ആ വസ്തുവിനെ കുറിച്ച്, ആ സത്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള മഹാനുഭാവന്മാർ, ജ്ഞാനികളായിട്ടുള്ള ജനം, അങ്ങനെയുള്ള ആ ഗുരുക്കന്മാർ ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ആ ഗുരുക്കന്മാർ തങ്ങളെ സമീപിക്കുന്ന ശിഷ്യന്മാരെ അവർ ഈ ആത്മവിദ്യക്ക് അധികാരികളാണോ എന്ന് അളക്കുന്നത് അവരുടെ ഭക്തി, ഒന്ന് ആ പരമാത്മ തത്വത്തോടുള്ള ഭക്തി, ഒപ്പം ഗുരുഭക്തി, അതുപോലെ വിശ്വാസം. വിശ്വാസം എന്നതിന് വെറും വിശ്വാസം എന്നല്ല, ശ്രദ്ധ എന്നാണ് അതിന് പറയുക. അപ്പൊ ഗുരുവാക്യങ്ങളിലും ആ ഒരു തത്വത്തിലും വേദാന്ത ശാസ്ത്രങ്ങളിലും ഒക്കെയുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസം അത് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യ പറഞ്ഞു കൊടുത്താലും അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ ആ വിശ്വാസം എന്നതുകൊണ്ട് ശ്രദ്ധ എന്നർത്ഥം. ഒപ്പം ശുശ്രൂഷ എന്ന വാക്കിന് ശരിയായ അർത്ഥം ശ്രോതും ഇച്ഛ, ശ്രോതും കേൾക്കുവാനുള്ള ഇച്ഛ, ആഗ്രഹം. ഗുരു പറയുന്ന വാക്കുകൾ അത്രയും ഉത്കടമായ ജിജ്ഞാസയോടെ കേൾക്കുക, അത് ഒരു വാക്ക് പോലും വിട്ടുപോകാതെ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ്, അതാണ് ശുശ്രൂഷ. ഇങ്ങനെ ശുശ്രൂഷാദികൾ കാണും തോറും, ഇങ്ങനെയുള്ള ശിഷ്യന്റെ ആ ഒരു ജിജ്ഞാസ കാണുമ്പോൾ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്ന് കേൾപ്പൂ. ഇങ്ങനെയുള്ള ഭക്തരായിട്ടുള്ള ശിഷ്യന്മാർ വരുമ്പോഴാണ് ഗുരുക്കന്മാർ ആത്മോപദേശം ചെയ്യുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആകയാൽ അതുകൊണ്ട് ഞാനുണ്ടൊന്ന് നിന്തിരുവടി തന്നോട് ആകാംക്ഷാപരവശ ചേതസ ചോദിക്കുന്നു. അതുകൊണ്ട് എനിക്കും അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാനുണ്ട് ഒന്ന് നിന്തിരുവടി തന്നോട്, ഒരു ഗുരുവിനെ പോലെ ഞാൻ അങ്ങയെ കണ്ടിട്ട് അങ്ങയോട് ഞാനിതാ ആകാംക്ഷാപരവശ ചേതസ, എനിക്ക് ആകാംക്ഷയാണ്. ആ ഒരു തത്വത്തെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെ പരവശയാണ് ഞാൻ. കാരണം ആ ഒരു പരവശ്യം, അറിയാനുള്ള ആഗ്രഹം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആവേശം, അങ്ങനെയുള്ള ചേതസ, ആ ഒരു മനസ്സോടുകൂടി അല്ലയോ ഭഗവാനെ ഞാനിതാ ചോദിക്കുന്നു. ഇനി എനിക്കത് പറഞ്ഞു തരണമെങ്കിൽ കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ. അപ്പൊ ഗുരുവിന് ശിഷ്യനോട് ആ ഒരു കാരുണ്യം തോന്നണം. എന്തിനാണ് കാരുണ്യം? അജ്ഞാനത്തിലിരിക്കുന്ന ഒരു ശിഷ്യനെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ബന്ധനസ്ഥനായ ഒരാളോട് തോന്നുന്ന ഒരു
ഒരു സഹതാപം, കാരുണ്യം ആ ശിഷ്യനോട് തോന്നണം. അപ്പൊ ആ ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ് ശിഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് കൊടുക്കാൻ ഗുരുവിന് തോന്നണമെങ്കിൽ ഗുരുവിന് ആ ശിഷ്യനോട് കാരുണ്യം തോന്നണം. ഇവിടെ ദേവി അജ്ഞാനത്തിലല്ല, പക്ഷേ ഈ ഒരു സംഭാഷണ രൂപേണ ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്ക് ഇതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാരുണ്യം വേണം, ഗുരു കാരുണ്യമുണ്ടെങ്കിലേ ഇത് ഉപദേശിച്ച് തരികയുള്ളൂ. അപ്പോ ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്കിത് ഉപദേശിച്ചു തരാൻ എന്നോട് അങ്ങക്ക് കാരുണ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. അപ്പോ ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചെങ്കിലും ആ ഒരു തത്വം ആ പരമാത്മാവാണ് എന്ന് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ആ തത്വത്തെക്കുറിച്ച് എനിക്ക് ഉപദേശിച്ചിടണം. ഇനി ദേവി പറയുന്ന കാര്യങ്ങളിൽ നിന്നും കുറെ നേരമായിട്ട് പല കാര്യങ്ങളും പരമേശ്വരനോട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പരമേശ്വരൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോ ദേവി പറയുകയാണ്, അങ്ങ് ഇത്രയും നേരമായിട്ട് തത്വഭേദങ്ങൾ, വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം, അപ്പൊ ഇതുവരെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് പറയാണ്. അങ്ങ് പല വിധത്തിലുള്ള തത്വങ്ങളെക്കുറിച്ച്, ഭേദങ്ങൾ, പല തത്വങ്ങളെക്കുറിച്ചും അതുപോലെ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം, ഒരു ഭക്തന് വേണ്ടുന്ന ലക്ഷണം, അതിന് ആദ്യം വൈരാഗ്യം വരണം. ഭക്തി ഉറയ്ക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള ആസക്തി ഇല്ലാതെയാകണം. അപ്പം വിഗതം രാഗം, രാഗം വിഗതം പോയത്. അപ്പൊ എന്തിനോടെങ്കിലും ഈ ലോകത്തോടുള്ള രാഗം എന്നാൽ ആസക്തി, ആ ആസക്തി പോകുമ്പോൾ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭക്തി വന്നാലേ വൈരാഗ്യം വരുള്ളൂ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇതിൽ ആദ്യം ഏത് വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് വരേണ്ടതാണ്. അപ്പോൾ വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി ഉറച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ വൈരാഗ്യം നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കും. ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചുമൊക്കെ നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകും. ആ അറിവ് വിജ്ഞാനമാകണം. വിജ്ഞാനം എന്നാൽ അനുഭവപ്പെടണം, നമുക്കുള്ളിൽ അത് അനുഭവപ്പെടണം. അങ്ങനെ ഉള്ള വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം, ഇങ്ങനെയുള്ള ആ ഭക്തിയെക്കുറിച്ചും അതുപോലെ സാഖ്യ യോഗ ഭേദാദികൾ. നമ്മുടെ ഭാരതത്തിൽ 6 ദർശനങ്ങളാണുള്ളത്. ദർശനം എന്നാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടായത് എന്നതിനെ കുറിച്ച് പല ഋഷിമാരും പല രീതിയിലുള്ള ദർശനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിൽ കപില മഹർഷി മുന്നോട്ട് വെച്ച ദർശനമാണ് സാഖ്യ ദർശനം. അതിൽ പറയുന്നത് പ്രകൃതി പുരുഷ സംയോഗമാണ് ഈ പ്രപഞ്ചം, ഈ കാണുന്നതൊക്കെ ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. പിന്നെ യോഗശാസ്ത്രം, അത് പതഞ്ജലി മഹർഷിയാണ് യോഗശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ഇങ്ങനെയുള്ള സാഖ്യയോഗ ഭേദാദികളും പിന്നെ ക്ഷേത്ര ഉപവാസ ഫലം, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഉപവാസം അങ്ങനെയൊക്കെ എടുക്കുന്നതിന്റെ ഫലം എന്താണ്? യാഗാദി കർമ്മഫലം. ഇനി യാഗം ചെയ്താൽ അതിന്റെ ആ ഫലം എന്താണ്? തീർത്ഥസ്നാനാദി ഫലം. തീർത്ഥസ്നാനങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാലുള്ള ആ ഫലം എന്താണ്? ഇനി ദാനധർമാദി ഫലം. ദാനധർമ്മം അതൊക്കെ ചെയ്താലുള്ള ആ ഒരു ഫലം എന്താണ്? ഇനി വർണ്ണധർമ്മങ്ങൾ, വർണ്ണാശ്രമം, ഒരു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദികളുടെ സ്വധർമ്മം എന്താണ്? പുനരാശ്രമധർമ്മങ്ങളും. ആശ്രമധർമ്മം എന്നാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ആശ്രമങ്ങളുടെ ആ ഒരു അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം, ഇവയൊക്കെ തന്നെ അങ്ങ് ഒന്നും വിട്ടു പോകാതെ നിന്തിരുവടി അരുൾ ചെയ്തത് കേട്ടതുമൂലം അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്,
ഇത് കേട്ടത് കാരണം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. എനിക്ക് എന്റെ മനസ്സിൽ അത്രയും സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വളരെ സന്തുഷ്ടയാണ്. എന്നാൽ പോലും ഒപ്പം ഒന്നുകൂടെ പറയാണ്, ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം. ഒപ്പം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മനസ്സിന്റെ ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും. ഈ സംസാരത്തോടാണ് നമ്മൾ ആസക്തി കാണിക്കുന്നതെങ്കിൽ മനസ്സ് ബന്ധത്തിലാണ്. ഇനി ഉള്ളിലെ ഈശ്വരനോടാണ് മനസ്സിന് ആസക്തിയെങ്കിൽ അത് മുക്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി. എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അന്ധത്വം, അജ്ഞത ഉണ്ടായിരുന്നുവെങ്കിൽ അതും എല്ലാം തീർന്നു. ചേതസി ജഗൽപതേ, എന്റെ മനസ്സിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു സംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ അജ്ഞതയൊക്കെ തീർന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എങ്കിലും ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാൻ, പക്ഷെ ഇതിനൊക്കെ അപ്പുറത്താണ് ആ രാമതത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം, ആ രാമതത്വം കേൾപ്പാനുള്ളിൽ, എനിക്കത് കേൾക്കാൻ എന്റെ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യവും കൂടെയുണ്ട്. കാരണം ഒരു ശിഷ്യൻ അതിന് അധികാരിയായിരിക്കണം, അർഹതയുണ്ടാവണം. അപ്പൊ ദേവി ചോദിക്കുകയാണ്, ഞാൻ അതിൻ പാത്രമെങ്കിൽ, ഞാൻ അതിന് അധികാരിയാണോ, എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ? അതൊരു ഗുരുവാണ് തീരുമാനിക്കേണ്ടത്. ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശിഷ്യന് അത് ഉപദേശിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേവി വിളിക്കുകയാണ്, ഹേ കാരുണ്യാംബുധേ, കാരുണ്യത്തിന്റെ കടലേ, കാരുണ്യക്കടലായിരിക്കുന്നല്ലയോ ഭഗവാനെ, കനിഞ്ഞരുളിച്ചെയ്തിടണം. അങ്ങ് എന്നോട് കനിഞ്ഞിട്ട് എനിക്കതിന് അർഹതയുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് എന്നോട് കനിവ് കാണിച്ച് അത് ആ ശ്രീരാമതത്വം അരുളിച്ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊല്ലുവാൻ. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ അങ്ങല്ലാതെ ഇത് ചൊല്ലിത്തരുവാൻ ഇതിലും അർഹനായ വേറൊരു ഗുരുവില്ല. അതാണ്. അപ്പൊ കനിഞ്ഞരുളിച്ചെയ്തിടണം, നിന്തിരുവടി ഒഴിഞ്ഞില്ലത് മറ്റാരും ചൊല്ലുവാൻ. അങ്ങല്ലാതെ ഇത് ചൊല്ലിത്തരാൻ ഇത്രയും യോഗ്യതയുള്ള ഒരു ഗുരു വേറെയില്ല എന്ന് ദേവി പറയുന്നു. ഇപ്പൊ ദേവിയുടെ ചോദ്യം കേട്ടിട്ട് അപ്പൊ ആ ദേവിയെ കുറിച്ച് പറയുന്നു, ഈശ്വരി, കാർത്യായനി, പാർവതി, ഭഗവതി. ഇങ്ങനെയൊക്കെയുള്ള ആ ദേവി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം, ശാശ്വതനായ നിത്യനായിട്ടുള്ള ഒരിക്കലും നശിക്കാത്ത ആ പരമേശ്വരനോട് ഈ വണ്ണം ഇത്തരത്തിൽ ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞു ദേവൻ. ഇത് കേട്ടപ്പോൾ തന്നെ, ഈ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ ആ ഭഗവാന് വളരെയധികം മനസ്സിനൊരു സംതൃപ്തിയായി, മനസ്സ് തെളിഞ്ഞു. കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ ഗുരുക്കന്മാരും ഓരോ ശിഷ്യന്മാരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോ തെളിഞ്ഞു ദേവൻ, ജഗദാദ്യനീശ്വരൻ, ഈ ജഗത്തിന്റെ ആദ്യം ഉണ്ടായ ആ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ഇങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് ദേവിയോട് ഇപ്രകാരം പറഞ്ഞു, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ. ദേവിയെ ഓരോ പേര് വിളിക്കുന്നു. നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. എനിക്കറിയാം നിന്നെപ്പോലെ ആ ശ്രീരാമ ഭഗവാനെ മനസ്സ് ധ്യാനിക്കുന്ന ഒരു ഭക്ത വേറെ ആരുമില്ല. നിന്റെ ഭക്തി എനിക്കറിയാം. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന്, അങ്ങനെ ആ തത്വം കേൾക്കണമെന്ന്
മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത്. ദേവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആകാംക്ഷ, ഒരു ജിജ്ഞാസ ഉണ്ടായി വന്നല്ലോ, അത് മഹാഭാഗ്യം. അങ്ങനെ വരിക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഇതിനു മുൻപ് ഇതുവരെ ആരും തന്നെ ഈ ഒരു ചോദ്യം, ഈ തത്വം അറിയണമെന്ന് ആരും പറഞ്ഞില്ല. ഞാനും നിന്നാണെ സത്യം ചെയ്യുകയാണ്, നീ ഇത് വിശ്വസിക്കുക. ആരും ഇത് ചോദിച്ചതുമില്ല. ഞാനും നിന്നാണ് സത്യം. ഇത് കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥേ, അല്ലയോ ജീവനാഥേ, ഇതിനു മുൻപ് ആരെയും ഞാനിത് കേൾപ്പിച്ചിട്ടുമില്ല. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥം. ഒന്നാമത് ഇത് അത്രയും രഹസ്യമാണ്. രഹസ്യം എന്നതുകൊണ്ട് തന്നെ അത് അറിയാൻ അധികാരികളായിട്ടുള്ള, അതിന് അർഹതയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതിന്റെ അർഹതയാണ് ആദ്യം പറഞ്ഞത്. ഭക്തി, വിശ്വാസ, ശുശ്രൂഷാദികൾ, ഒപ്പം ജിജ്ഞാസ, ഇതൊക്കെയാണ് ഇതിന്റെ അർഹത. അപ്പൊ ഈ ഒരു അർഹതയുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നതിനാലാണ് ഇതിനെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ രഹസ്യമായുള്ള ഈ ഒരു പരമാത്മ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും, ഈ ഒരു പരമാത്മ തത്വത്തിന്റെ അർത്ഥം, അതിന്റെ ആ ഒരു ഗൂഢമായ രഹസ്യം അറികയിൽ ആഗ്രഹമുണ്ടായത്, അറിയണമെന്ന് ദേവിക്ക് ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം, ആ ഉത്തമ പുരുഷോത്തമനായിട്ടുള്ള ശ്രീ രാമചന്ദ്രനിൽ, തങ്കലേറ്റം എന്ന് വെച്ചാൽ രാമചന്ദ്രനിൽ ഭക്തി അതിശയം, അത്യധികമായ ഭക്തി ഉള്ളതുകൊണ്ട് നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ഇപ്പൊ ഭഗവാനോടുള്ള ഭക്തി അതിശയം, അത്രയധികമായ ഭക്തി ഉണ്ടാകുമ്പോഴാണ് ആ ജ്ഞാനത്തിനുള്ള ഒരു ദാഹം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ദേവിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാനുണ്ടായ കാരണം ആ പുരുഷോത്തമൻ തങ്കലുള്ള ഭക്തി അതിശയമാണ്. ഇനി ഭഗവാൻ പറയുന്നു, നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. അപ്പോ ഈ ഭഗവാനും ഇത് തന്നെയാണ്. ഭഗവാനും ശ്രീരാമദേവന്റെ വലിയൊരു ഭക്തനാണ്. ആ ഒരു ഭക്തി ചിത്തകാമ്പിൽ, എന്റെ ഉള്ളിൽ വർദ്ധിക്ക തന്നെ, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ ശ്രീരാമ പാദാംബുജം വന്ദിച്ച്, ഞാനിതാ ദേവിക്ക് പറഞ്ഞു തരാൻ പോകുന്നു. അതിനു മുൻപേ ആ ശ്രീരാമപാദ പങ്കജം ഞാൻ വന്ദിച്ച് സംക്ഷേപിച്ച്, വളരെ സാരമായിട്ടുള്ള, സംക്ഷേപിച്ചിട്ട് സാരമായുള്ള തത്വം അറിയേണ്ടത് മാത്രം, ഇങ്ങനെ പരത്തി നീട്ടി അങ്ങനെയൊന്നുമല്ല, വളരെ സംക്ഷേപിച്ച് സാരമായിട്ടുള്ള ആ ഒരു തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ദേവി അത് കേട്ടുകൊള്ളുക. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് പറയുന്നു? പരം ആത്മാ, പരമമായിട്ടുള്ള ആത്മാവ്, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആത്മാവായിരിക്കുന്ന പരമാനന്ദമൂർത്തി. ആത്മാവിന്റെ ആ ഒരു പരമാനന്ദമാണ് ആത്മസ്വരൂപം തന്നെ. ആത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദമാണ്. അതുകൊണ്ട് ആ ശ്രീരാമദേവൻ പരമാനന്ദമൂർത്തിയാണ്. പുരുഷൻ, ഈ ലോകത്തിൽ ഈ പ്രകൃതിക്ക് കാരണക്കാരനായിട്ടിരിക്കുന്ന പുരുഷൻ. പുരേ ശയതി ഇതി പുരുഷഃ, ഈ ഒരു പ്രപഞ്ചമാകുന്ന പുരത്തിൽ ശയിക്കുന്നവൻ, പ്രകൃതി തൻ കാരണൻ. ഈ ഒരു പ്രകൃതി, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ പ്രകൃതിക്ക് കാരണൻ ആ പുരുഷനാണ്. ഏകനാണ്, ഒരേ ഒരു ചൈതന്യമേ ഈ ലോകത്തിലുള്ളൂ. പരൻ, പരമാണ്, ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്. പുരുഷോത്തമൻ, ഉത്തമ പുരുഷനാണ്. ദേവൻ, അനന്തൻ, ആദിനാഥൻ.
ഒക്കെ ഭഗവാന്റെ ഓരോരോ പര്യായ പദങ്ങളാണ്. ദേവൻ, അനന്തൻ, അനന്തമാണ്. സ്പേസ്, ഈ ഒരു ആകാശം പോലെ അനന്തമാണ്. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആദിനാഥൻ, ആദ്യമുണ്ടായ ആ നാഥൻ, എല്ലാറ്റിന്റെയും സംരക്ഷകൻ. ഗുരുകാരുണ്യമൂർത്തി, അതേ പരമാത്മാവ് തന്നെയാണ് കാരുണ്യമൂർത്തിയായ ഗുരുക്കന്മാരുടെ രൂപത്തിലും ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. ആ ഗുരുകാരുണ്യമൂർത്തിയാണ് പരമൻ, പരബ്രഹ്മം. എല്ലാം ഏകദേശം ഒരേ അർത്ഥമാണ്. അപ്പം പക്ഷെ അത് എഴുത്തച്ഛന്റെ സംഭാവനയാവാം, അതല്ലെങ്കിൽ വേദവ്യാസ മുനിയുടെയും ഒരു സംഭാവന ഉണ്ടാവാം. അപ്പൊ അവർക്ക് ആ ഒരു ഭഗവാനെ സ്തുതിക്കുമ്പോൾ അവർ സ്വയം മറന്ന് സ്തുതിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പേരുകൾ. അത് എങ്ങനെ സ്തുതിക്കണമെന്നറിയില്ല, എങ്ങനെ പറഞ്ഞാലാണ് അത് പൂർത്തിയാവുക എന്നറിയാത്തത് കൊണ്ട് നമുക്ക് ഈ രാമായണത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ആ ഒരു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാം. ജഗദുദ്ഭവ സ്ഥിതി പ്രളയകർത്താവ്, ജഗത്തിന്റെ ഉദ്ഭവം, സൃഷ്ടി, സ്ഥിതി, പ്രളയം, സംഹാരം, ഇതിന്റെയൊക്കെ കർത്താവായിട്ടുള്ള ആ ഭഗവാൻ, അതേ പരമാത്മാവ് തന്നെയാണ് വിരിഞ്ച നാരായണ ശിവാത്മകൻ. വിരിഞ്ചനായിട്ട് ബ്രഹ്മാവായിട്ടും നാരായണൻ വിഷ്ണുവായിട്ടും ശിവാത്മകൻ ശിവനായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഈ ഒരേ ഒരു പരമാത്മാവാണ്. അപ്പൊ പരമാത്മാവ് സൃഷ്ടിസ്വരൂപനാകുമ്പോൾ ബ്രഹ്മാവ്, സ്ഥിതിസ്വരൂപനാകുമ്പോൾ വിഷ്ണു, സംഹാരസ്വരൂപനാകുമ്പോൾ ശിവനും. അദ്വയൻ, ദ്വയം രണ്ട്, അദ്വയം രണ്ടില്ലാത്ത ഒരേ ഒരു അവസ്ഥ. ആദ്യൻ, ഇവിടെ ആദ്യമുണ്ടായ ഭഗവാനാണ്, ആദ്യമുണ്ടായത് ഭഗവാനാണ്. എന്നാൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, കാരണം എപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അജൻ, ഒരിക്കലും ജനിക്കാത്തവനാണ്. അവ്യയൻ, അവ്യയം, വ്യയം എന്നാൽ കുറവ് സംഭവിക്കുക. പക്ഷെ ഭഗവാൻ എത്രയൊക്കെ അവതാരമെടുത്ത് വന്നാലും അപ്പോഴും പൂർണ്ണനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കും. അതുകൊണ്ട് ഒരു കുറവും വരാത്തവനാണ് എന്നതിനാൽ അവ്യയൻ. ആത്മാരാമൻ, തന്നിൽ തന്നെ രമിക്കുന്നവൻ. നമ്മൾ ഈ ലോകത്തുള്ളവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടണമെങ്കിൽ എന്തിനെയെങ്കിലും ഒന്ന് ആശ്രയിക്കണം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു വസ്തു, അതായത് പുസ്തക വായന, TV, അല്ലെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ, അങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കണം. അതല്ലെങ്കിൽ വ്യക്തികൾ, ഈ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം, അവരോട് സംസാരിക്കുന്നതും സ്നേഹിച്ച് അങ്ങനെ കൂടെ നിൽക്കുന്നത്, അത് ഒരു സന്തോഷം. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു. എങ്ങനെയായാലും ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണ് ലൗകികനായ ഒരാളുടെ ജീവിതം. എന്നാൽ ജ്ഞാനികളും അതുപോലെ പറയുന്നു, ഭഗവാനും അവനവനിൽ രമിക്കുന്നു. അവർക്ക് സന്തോഷിക്കാൻ പുറത്തുള്ള ഒന്നിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരേപോലെ ആനന്ദമാണ്. കാരണം നമുക്കറിയാം, ബാഹ്യമായിട്ടുള്ള എന്തും എപ്പോ വേണമെങ്കിലും ഇല്ലാതാവുന്നതാണ്. അപ്പൊ നമ്മുടെ സന്തോഷവും ഇതുപോലെ ഇല്ലാതാവുന്നതാണ്. എന്നാൽ അവനവനിൽ രമിക്കുന്നവന്, അപ്പൊ രമിക്കണമെങ്കിൽ ഉള്ളിലെ ഈശ്വരനെ അറിയണം. ആ ഈശ്വരനെ അറിഞ്ഞു തുടങ്ങിയാൽ അവനവനിൽ തന്നെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. അതാണ് ആത്മാരാമൻ. ആ ഒരു വരി ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. അദ്വയൻ, ആദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ, ഇത്രയും വാക്കുകളുണ്ട് അതില്. ഇനി തത്വാത്മാ, തത്വത്തിൽ അറിയേണ്ടത്, തത്വമായിരിക്കുന്ന ഒരു ചൈതന്യമാണ് ഭഗവാൻ. ഭഗവാന് രൂപമില്ല. ഒരു തരത്തിലുള്ള, നമ്മളൊരു സാധാരണ മനുഷ്യനെ കുറിച്ച് എടുക്കുമ്പോഴുള്ള ഒന്നും ഭഗവാനെ ബാധകമല്ല. അപ്പൊ ഭഗവാൻ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനും പറ്റില്ല, ഇതൊന്നുമല്ല എന്നേ പറയാൻ പറ്റുള്ളൂ.
അതിനാണ് നേതി നേതി. ഇതല്ല പുരുഷനാണോ സ്ത്രീയാണോ മൃഗമാണോ പക്ഷിയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതൊന്നുമല്ല. പ്രാണനാണോ മനസ്സാണോ ഇതും ചോദിച്ചാൽ അതുമല്ല. അപ്പൊ ഇങ്ങനെ എല്ലാം അല്ല എന്ന് പറയുന്ന ആ തത്വം മാത്രമാണ്. അപ്പൊ അതിനെ അറിയാൻ നമുക്ക് ആ ജ്ഞാനം നേടണം. അപ്പൊ തത്വാത്മാവാണ്, സച്ചിന്മയനാണ്. സത്ത് ചിത്ത് മയൻ. സത്ത് എന്നാൽ ആ ഒരു ചൈതന്യം, ചിത്ത് എന്നാൽ ബോധം, ആ ചൈതന്യത്തെ കുറിച്ചുള്ള അറിവ്, അത് ചിത്ത്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ ആനന്ദമായി. അതാണ് സച്ചിന്മയൻ. സകളാത്മകൻ ഈശൻ. ഭഗവാൻ ഒരു അവതാരമെടുത്ത് ഭൂമിയിൽ വരുമ്പോൾ ഈ ശരീരം സ്വീകരിക്കുമ്പോൾ അതൊരു അംശമാണ്. അപ്പൊ അതിനെയാണ് കല എന്ന് പറയുന്നത്. അപ്പൊ ആ കല സ്വീകരിച്ചുകൊണ്ട് വരുമ്പോൾ ഭഗവാൻ സകളനും, അങ്ങനെ ഒരു കല ഇല്ലാതെ ആത്മാരാമനായിട്ട് പൂർണ്ണനായ ആത്മാവായി മാത്രം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഭഗവാൻ നിഷ്കളനുമാണ്. അങ്ങനെ സകളാത്മകനാണ് ഈശൻ. എല്ലാറ്റിൻ്റെയും ഈശൻ, എല്ലാരെയും അധീനപ്പെടുത്താൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവനാണ്. എല്ലാവരും ഈ ഈശ്വരന്റെ അധീനതയിലാണ്. അപ്പൊ ഈശൻ എന്ന വാക്കിന് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്നർത്ഥം. ഇനി ഇങ്ങനെയുള്ള ഈ പരമാത്മാവായിട്ടുള്ള ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. ഈ തമസിൽ മായയാകുന്ന ആ അജ്ഞാനത്തിൽ ഇരിക്കുന്നവരാണ് പറയുന്നത് ഭഗവാൻ അവതരിച്ചു, ഭഗവാൻ നമ്മെ പോലെ ഒരു മനുഷ്യനാണ്, ഭഗവാൻ എന്താണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഭഗവാനെ ഒരു മനുഷ്യന്റെ ചട്ടക്കൂടിലേക്ക് ഒതുക്കുന്ന കൽപ്പിച്ചിടുന്ന അങ്ങനെയുള്ളവർ അജ്ഞാനികളാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? മാനസം മായാ തമ സംവൃതം ആകമൂലം. കാരണം ഈ ഭൂമിയിലുള്ള ഒരു സാധാരണ ലൗകികന്റെ മനസ്സ് മായാ തമ സംവൃതമാണ്, മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. മായ എന്ന് പറയുന്നത് തമസ്സാണ്, അജ്ഞാനമാണ്, ഇരുട്ടാണ്. അപ്പൊ ഇരുട്ടിലിരിക്കുന്ന ഒരാൾക്ക് ആ യഥാർത്ഥ വസ്തുവിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. അപ്പൊ മായാ തമസ് സംവൃതം ആകമൂലം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു സിനിമയായിരുന്നു ഗുരു. ഗുരു എന്ന മോഹൻലാലിന്റെ ആ പടം. അതിൽ ഈ ഒരു തത്വമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരാരും ജനിക്കുന്നത് അന്ധരായിട്ടല്ല, പക്ഷേ അവരുടെ ഒരു അന്ധവിശ്വാസമായിട്ട് ആ ഒരു പഴം കഴിക്കുമ്പോൾ അന്ധത്വം വരികയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് ആ പരമാത്മ ചൈതന്യമായിട്ടാണ്. പക്ഷേ ഈ ലോകത്തിലുള്ളവർ നമ്മളെ പറഞ്ഞ് ഓരോ ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് ഇത് നിന്റെ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി, അനുജൻ, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ആ ബന്ധത്തിലേക്ക് കുടുക്കി വെക്കുന്നു. അങ്ങനെ കുടുക്കി വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ നീ ഇതൊന്നുമല്ല, നീ ആ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അവരെ ഭ്രാന്തന്മാരാക്കും. അതുപോലെ ആയിരുന്നു ആ ഒരു മോഹൻലാലിന്റെ കഥാപാത്രം ആ ഒരു സ്ഥലത്തേക്ക്, ഈ അന്ധന്മാരുടെ ലോകത്തിലേക്ക് വന്നിട്ട് ഇവിടെ വെളിച്ചം ഉണ്ട്, കണ്ണ് നമുക്ക് കാണാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അയാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഗുരു വന്നിട്ട് നീ ഇങ്ങനെ ഒരാളല്ല, ഇങ്ങനെ ഈ അന്ധതയിൽ കഴിയേണ്ടവനല്ല, ഒരു പ്രകാശ സ്വരൂപനാണ് നീ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. എന്നാൽ ഇതിലേതെങ്കിലും ഒരാൾ ആ ഗുരുവിന്റെ വാക്ക് വിശ്വസിച്ച് ആ സിനിമയിലെ പോലെ ആ പഴത്തിന്റെ തന്നെ ഒരു ചാറ്, അത് അവർ വിചാരിച്ചത് അത് വിഷമാണെന്നാണ്, പക്ഷെ അത് വിഷമായിരുന്നില്ല, ഈ അന്ധത പോക്കാനുള്ള ഒരു മരുന്നായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു ഗുരു നമ്മുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് അന്ധതയിലാണ്, വെളിച്ചത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ
കുറെ പേർ ആ ഗുരുവിനെ നിഷേധിക്കും, അയാൾക്ക് ഭ്രാന്താണെന്നാണ് പറയുക. അപ്പൊ ഇതുപോലെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാരണം മായാതമ സംവൃതം ആകമൂലം. നമ്മുടെയൊക്കെ മനസ്സ് മായയാകുന്ന ഇരുട്ട് മൂടിയിരിക്കുന്നു. അപ്പോ ഈ ഇരുട്ടിലിരിക്കുന്ന ഒരാൾക്ക് പരമാനന്ദ സച്ചിത് സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മെപ്പോലെ ഒരു ശരീരം സ്വീകരിച്ചു വന്നതുകൊണ്ട് ആ ആളും നമ്മെപ്പോലെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് അവരെ അജ്ഞാനികളാണ്. ആ അജ്ഞാനികളാണ് ഈ പരമാത്മസ്വരൂപം മനുഷ്യനാണ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്, മുൻപ് ശ്രീരാമചന്ദ്രൻ സീതയോട് പറഞ്ഞിട്ട് ആ സീതാദേവി ഹനുമാന് ഉപദേശിച്ചു കൊടുത്ത അതേ തത്വം അതേപോലെയാണ് ഇവിടെ പരമേശ്വരൻ ഉപദേശിക്കാൻ പോകുന്നത്. അതാണ് അടുത്തത് പറഞ്ഞത്, സീതാ രാഘവ മരുത് സൂനു സംവാദം. സീതയും രാഘവൻ ശ്രീരാമചന്ദ്രൻ അവരും മരുത് സൂനു, മരുത്തിന്റെ വായുവിന്റെ സൂനു മകനായിട്ടുള്ള ഹനുമാനും തമ്മിലുണ്ടായ ആ ഒരു സംവാദം, അവർ തമ്മിലുണ്ടായ ആ സംഭാഷണം മോക്ഷസാധനം. അത് മോക്ഷസാധനയാണ്, മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ്. അത് ചൊൽവന്നാഥേ, അത് അതേപോലെ ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാം. കേട്ടാലും തെളിഞ്ഞു നിന്റെ മനസ്സ് തെളിഞ്ഞു ഇരിക്കണം. ഞാൻ പറയുന്ന കാര്യം കേൾക്കണമെങ്കിൽ തെളിഞ്ഞു വരണം. അതായത് മുൻകൂട്ടി ഓരോ ധാരണകൾ വച്ചിട്ട് ഒരിക്കലും നമ്മൾ ഈ ആത്മവിദ്യയോ സത്സംഗമോ കേൾക്കാൻ പോകരുത്. അവിടെ വെച്ച് നമ്മളിങ്ങനെ ഓരോ കൺഫ്യൂഷൻ ആവരുത്. അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇന്നിങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു സത്സംഗമോ അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തെളിഞ്ഞിരിക്കണം. അവിടെ യാതൊരുവിധ കലുഷവും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എല്ലാം മനസ്സ് മുഴുവൻ ഒഴിച്ചിട്ടിട്ട് വേണം ആത്മവിദ്യ കേൾക്കാൻ. അതുകൊണ്ട് തെളിഞ്ഞ് മനസ്സിനെ മുഴുവനായും അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ കേട്ടാലും എന്ന് ഭഗവാൻ പരമേശ്വരൻ ദേവിയോട് പറയുകയാണ്.